ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആഹാരത്തിലൂടെ ആരോഗ്യം. നിത്യജീവിതത്തിൽ നമ്മൾ ഒത്തിരി ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിക്കാറുണ്ടല്ലേ? അതിൽ എത്ര പദാർത്ഥങ്ങളാണ് ആരോഗ്യം നമുക്ക് ലഭ്യമാക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും അതുപോലെ തന്നെ ക്ലാസ്സുകളുടെ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ പാഠഭാഗത്തേക്ക് കടക്കാം. അധ്യായം 1, ആഹാരത്തിലൂടെ ആരോഗ്യം. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, ഒരു സംഭാഷണമാണ് തുടക്കത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു കുട്ടിയുടെ അമ്മയും ഡോക്ടറും തമ്മിലുള്ള ഒരു ചെറിയ സംഭാഷണം. അപ്പോൾ അമ്മ കുഞ്ഞിൻ്റെ ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം ഡോക്ടറുമായിട്ട് പങ്കുവെക്കുകയാണ്. എന്താണ്? ഡോക്ടർ, മോൾക്ക് ഭാരക്കുറവ് എന്നൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ വളരെ കുറച്ച് ആഹാരം മാത്രമാണ് കുട്ടി കഴിക്കാറുള്ളത്. അപ്പോൾ ഭാരക്കുറവുണ്ടോ എന്ന് അമ്മയ്ക്കൊരു സംശയം. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, ചെറിയ ഭാരക്കുറവൊന്നും ഒരു പ്രശ്നമേ അല്ല. വളരുന്ന കുട്ടിയല്ലേ, വളരുന്ന പ്രായമാണല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ശരിയാവും. പോഷകാഹാരം ആവശ്യത്തിന് കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്താണ് പോഷകാഹാരം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? വൈവിധ്യമാർന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ? പാകം ചെയ്തും അല്ലാത്തതുമായിട്ടുള്ള വ്യത്യസ്ത തരം ഭക്ഷ്യവസ്തുക്കളാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നത്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിയേ കൂട്ടുകാരെ, ഈ ചിത്രം ഒന്നാമത്തേത് ധാന്യങ്ങളാണല്ലേ. അരി, അതുപോലെ ഗോതമ്പ് തുടങ്ങിയവയെല്ലാം ധാന്യങ്ങളാണ്. അടുത്ത് നോക്കിയ പഴങ്ങളാണ്. പഴത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഓറഞ്ച്, മാതളം, മുന്തിരി, ആപ്പിൾ തുടങ്ങിയവയെല്ലാം പഴവർഗ്ഗങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത് പച്ചക്കറികൾ, തക്കാളി, വെണ്ടയ്ക്ക, ക്യാരറ്റ്, ക്യാബേജ്, ബീറ്റ്റൂട്ട് തുടങ്ങിയവയെല്ലാം പച്ചക്കറിയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ പയറുവർഗ്ഗങ്ങൾ, അടുത്ത് ഇലകൾ, ഇവയെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണല്ലേ. ഇതിൽ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? പഴങ്ങൾ ഒത്തിരി ഇഷ്ടമായിരിക്കും അല്ലേ? പിന്നെയോ പച്ചക്കറികൾ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലേ. ധാന്യങ്ങളും ഇലക്കറികളും ഒക്കെ പോഷകങ്ങളാണ് കേട്ടോ. സാധാരണയായി ഒരു ദിവസം നമ്മൾ കഴിക്കാറുള്ള ഭക്ഷണം എന്തൊക്കെയാണ് കൂട്ടുകാരെ? പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം അല്ലേ? 3 നേരമാണ് നമ്മൾ പ്രധാനമായി കഴിക്കാറുള്ള ഭക്ഷണങ്ങൾ. അതിൽ പ്രഭാത ഭക്ഷണത്തിൽ നമ്മൾ ദോശ, ഇഡ്ഡലി, അപ്പം, പുട്ട്, ഇടിയപ്പം അതുപോലെ തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അല്ലേ. ഉച്ചഭക്ഷണത്തിൽ നമ്മൾ ചോറ്, ബിരിയാണിയൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. രാത്രി ഭക്ഷണമാണെങ്കിൽ ലഘുവായിരിക്കും, ചപ്പാത്തിയോ ചോറോ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ടല്ലേ. അപ്പോൾ ഇഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ മാത്രമാണോ നമ്മൾ കഴിക്കേണ്ടത്? അല്ല, നമ്മൾ പോഷക ഗുണങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ആഹാരങ്ങളും കഴിക്കണം അല്ലേ. ഇവിടെ നോക്കിയേ, ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. 3 കൂട്ടുകാർ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കൂട്ടുകാരൻ പറയുന്നത് നോക്കിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണ്. അപ്പോൾ അടുത്ത കൂട്ടുകാരി പറയുന്നത്, എനിക്ക് പുട്ടും പഴവുമാണ് ഇഷ്ടം. അപ്പോൾ മറ്റൊരു കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാൻ ദിവസവും നൂഡിൽസ് കഴിക്കാറുണ്ട്, അമ്മ എനിക്ക് എന്നും നൂഡിൽസ് ഉണ്ടാക്കി തരും. അപ്പോൾ ഈ 3 പേരുടെയും വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഇവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥം മാത്രം മതിയാകുമോ? മതിയാകില്ല അല്ലേ. അപ്പം, കടലക്കറി, പുട്ട്, പഴം ഇതൊക്കെ നമ്മുടെ പോഷക ഗുണങ്ങളിൽ പെടുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. എന്നാൽ എന്നും നൂഡിൽസ് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം ഉണ്ടാക്കാറുണ്ടല്ലേ. ആഹാരം എന്തിന്? നമ്മൾ എന്തിനാണ് കൂട്ടുകാരെ ആഹാരം കഴിക്കുന്നത്? നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യത്തിനാണ് അല്ലേ. ആഹാരത്തിൽ നിന്ന് എന്തൊക്കെ ലഭിക്കും? പോഷക ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ നോക്കിയ കൂട്ടുകാർ, ഇവിടെ ഒരു മാസിക കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്ന ഒരു മാസിക. നമുക്കത് വായിച്ചു നോക്കാം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആഹാരമാണ്. നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ്
പോഷകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പോഷകങ്ങൾ? നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യം നിലനിർത്തുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും ആവശ്യമായ ഘടകങ്ങളാണ് പോഷകങ്ങൾ. ഇവ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങളാണ് കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീനുകൾ, കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ തുടങ്ങിയവ. ജലം ഒരു പോഷക ഘടകമല്ലെങ്കിലും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലെങ്കിൽ ഒരു പദാർത്ഥമാണ് ജലമെന്ന് പറയുന്നത്. ഭക്ഷ്യവസ്തുക്കളിൽ കാണുന്ന നാരുകളും ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. എല്ലാ ആഹാരത്തിലും എല്ലാം പോഷക ഘടകങ്ങളും മതിയായ അളവിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നാം പലതര ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് വിവിധ ആഹാര പദാർത്ഥങ്ങൾ തയ്യാറാക്കി കഴിക്കുന്നുണ്ടല്ലേ? അതെ, നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളുടെ അളവ്, കഴിക്കുന്ന സമയം, വൈവിധ്യം, ഗുണമേന്മ തുടങ്ങിയവ നമ്മുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. അപ്പോൾ നമ്മളൊരു കുറിപ്പാണ് ഇവിടെ വായിച്ചു കേട്ടത്. പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലേ? കാർബോഹൈഡ്രേറ്റുകൾ, കൊഴുപ്പുകൾ, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ അല്ലേ? അടുത്ത് വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും പ്രോട്ടീനുകളോ ധാതുക്കളോ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റുകളോ തുടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ ഇല്ല. അപ്പോൾ നമ്മൾ വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പല പോഷക ഘടകങ്ങളും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമ്മൾ എന്തിനാണ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നത്? ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ രോഗങ്ങളെ ചെറുക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണല്ലേ? അതെ. ഊർജം ലഭിക്കാൻ, വിശപ്പ് മാറാനും രുചി ആസ്വദിക്കാനും വേണ്ടി മാത്രമാണോ ആഹാരം കഴിക്കുന്നത്? അല്ല. നമ്മൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഒരു ദിവസം ചെയ്യാറുള്ളത് കൂട്ടുകാരെ? കളിക്കാറുണ്ട്, പഠിക്കാറുണ്ട്, പിന്നെന്താ വ്യായാമം ചെയ്യാറുണ്ട് അല്ലേ? നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഊർജം ആവശ്യമാണ്. ഓരോ പ്രവർത്തനങ്ങൾക്കും വ്യത്യസ്ത അളവിലാണ് ഊർജം നമുക്ക് ആവശ്യമായി ലഭിക്കുന്നത്. ഈ ഊർജം എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോഷക ഘടകങ്ങളിൽ നിന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോഷക ഘടകങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഊർജം എങ്ങനെയാണെന്നും എന്തൊക്കെയാണ് ആ പോഷക ഘടകങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും നോക്കാം. ഒന്നാമത്തെ നോക്കിയ കൂട്ടുകാരെ, കാർബോഹൈഡ്രേറ്റ്. ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രധാനമായിട്ട് ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പോഷക ഘടകത്തിൽ നിന്നാണ്. അന്നജം, പഞ്ചസാര, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, നാരുകൾ തുടങ്ങി വിവിധ രൂപത്തിലാണ് കാർബോഹൈഡ്രേറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്നത് കേട്ടോ. ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അന്നജമാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ലഭിക്കണമെങ്കിൽ കഴിക്കുന്ന ആഹാരം കൂടുതലായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? നോക്കി, ഒരു കുട്ടി പറയാണ്, ഞാൻ എന്നും പാല് കുടിക്കാറുണ്ട്. പാലിൽ നിന്ന് അന്നജം ലഭിക്കുമോ? നാം കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിൽ അന്നജമുണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഒരു പരീക്ഷണം നമുക്ക് ചെയ്തു നോക്കാമേ. ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ നോക്കിയേ. 2 ടെസ്റ്റ് ട്യൂബ് വേണം, പാല്, നേർപ്പിച്ച അയഡിൻ ലായനി, കഞ്ഞിവെള്ളം. എങ്ങനെയാണ് പ്രവർത്തനം ചെയ്യുന്നത്? 2 ടെസ്റ്റ് ട്യൂബ് എടുക്കണം. ഒന്നിൽ അല്പം പാലും രണ്ടാമത്തേതിൽ കഞ്ഞിവെള്ളവും എടുക്കുക. ഓരോന്നിലും 2-3 തുള്ളി അയഡിൻ ലായനി ചേർക്കണം. അയഡിൻ ലായനി ചേർത്തപ്പോൾ 2 ടെസ്റ്റ് ട്യൂബിലുമുള്ള ദ്രാവകത്തിൻ്റെ നിറത്തിൽ മാറ്റമുണ്ടായല്ലേ? നോക്കിയേ, ഭക്ഷ്യവസ്തുക്കൾ അയഡിൻ ലായനി ചേർത്തപ്പോഴുള്ള മാറ്റവും നമുക്ക് നോക്കാം. ഉരുളക്കിഴങ്ങ് കടും നീല നിറം, വെള്ളരിയാവുമ്പോൾ നിറം മാറ്റമില്ല. മൈദ കടും നീല നിറം, മുട്ടയുടെ വെള്ള നിറം മാറ്റമില്ല. ഉള്ളി നിറം മാറ്റമില്ല. പാൽ നിറം മാറ്റമില്ല. കഞ്ഞിവെള്ളം കടും നീല നിറം. അന്നജം അയഡിനുമായി ചേരുമ്പോൾ ഇരുണ്ട നീല നിറമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അയഡിൻ ലായനി ചേർത്തപ്പോൾ നീല നിറമായ വസ്തുക്കളിലെല്ലാം അന്നജം അടങ്ങിയിട്ടുണ്ട്. അന്നജത്തിൻ്റെ അളവനുസരിച്ച് നീല നിറത്തിൻ്റെ കാഠിന്യം വ്യത്യാസം ഉണ്ടാക്കുന്നു. അപ്പോൾ നേരത്തെ കൂട്ടുകാർ ചോദിച്ചില്ലേ, പാല് കുടിച്ചാൽ അതിൽ അന്നജം ഉണ്ടാകുമോ എന്ന്? ഉണ്ടോ കൂട്ടുകാരെ? ഇല്ല. ഇവിടെ നോക്കിയ ചെറുധാന്യങ്ങൾ
പുല്ലുവർഗത്തിൽപ്പെട്ട വിളകളാണ് ചെറുധാന്യം അഥവാ മില്ലറ്റുകൾ. അരി, ഗോതമ്പ് എന്നിവയെ അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, വിറ്റാമിൻ, ധാതു ലവണങ്ങൾ എന്നിവയാണ് ഇവയിലുള്ളത്. നാരുകൾ, സമ്പന്നമായ ചെറുധാന്യങ്ങൾ ദഹനപ്രക്രിയയിൽ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള ഭക്ഷണമായിട്ടാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പോഷകമൂല്യം മനസ്സിലാക്കിയതോടുകൂടെ മനുഷ്യരും ആഹാരമാക്കി തുടങ്ങി. എന്തൊക്കെയാണ് ചെറുധാന്യങ്ങളിൽ പെടുന്നത്? റാഗി, ബജ്റ, തിന, ചോളം, ചാമ ഇവയെല്ലാം ചെറുധാന്യങ്ങളിൽ പെടുന്നവയാണ്. വളർച്ചയ്ക്ക് പിന്നിൽ നമ്മുടെ ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയോ? പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു പോഷക ഘടകങ്ങൾ പലതുണ്ടല്ലേ, അതിലൊന്നാണ് പ്രോട്ടീനുകൾ. ഇവിടെ മറ്റൊരു കുട്ടിയുമായി അമ്മ ഡോക്ടറെ കാണാനായിട്ട് വരികയാണ് കേട്ടോ. ഡോക്ടറോട് പറയുന്നുണ്ട്, ഒന്നും ചെയ്യാൻ മോന് ഉഷാറില്ല, എപ്പോഴും നല്ല ക്ഷീണമാണ് ഡോക്ടർ എന്ന് പറയുന്നു. കുട്ടിക്ക് വളർച്ചക്കുറവുണ്ട്. മുട്ട, ചെറുപയർ, നിലക്കടല, മത്സ്യം, പാൽ തുടങ്ങിയവയൊക്കെ ധാരാളമായി ആഹാരത്തിലൂടെ നൽകാനായിട്ട് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഡോക്ടർ ഇങ്ങനെ പറയുന്നത്? അതെ, കുട്ടിക്ക് പ്രോട്ടീൻ ആവശ്യമായ അളവിൽ ശരീരത്തിലെത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, ശാരീരിക നിർമ്മിതിക്കും വളർച്ചയ്ക്കും ആവശ്യമായ ഒരു പ്രധാന പോഷക ഘടകമാണ് പ്രോട്ടീൻ. പേശികൾ, തലമുടി, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിന് പ്രോട്ടീൻ ആവശ്യമാണ്. കൂടാതെ ഇവ ഊർജവും പ്രദാനം ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രോട്ടീൻ്റെ കുറവ് മൂലം പല രോഗങ്ങളുണ്ടാകുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള 2 രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഗ്രീൻ പീസ്, പനീർ, കശുവണ്ടി, നിലക്കടല, മാംസം, മത്സ്യം, അടുത്ത മുട്ട, പാൽ ഇവയെല്ലാം പ്രോട്ടീൻ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളാണ് കേട്ടോ. അടുത്ത പോഷക ഘടകമാണ് കൊഴുപ്പ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നിവ പോലെ കൊഴുപ്പും നമുക്ക് ആവശ്യമാണ്. ഒരേ അളവിൽ കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത് കൊഴുപ്പിൽ നിന്നാണ് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കൊഴുപ്പുണ്ടോയെന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും? ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിലൊരു തുള്ളി എണ്ണ ഒഴിക്കണം. പേപ്പർ നിരീക്ഷിക്കണം. ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യ് ഒഴിച്ചു നോക്കിയേ. എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? ഇവിടെ നോക്കിയേ, ചിപ്സ് പേപ്പറിലാക്കിയപ്പോൾ പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നുണ്ട്. പച്ച വാഴയ്ക്കയോ പേപ്പറിൽ എണ്ണയുടെ പാട് കാണുന്നില്ല. ചതച്ച എള്ള് എണ്ണയുടെ പാട് കാണുന്നുണ്ട്. ഉണങ്ങിയ തേങ്ങ എണ്ണയുടെ പാട് കാണുന്നുണ്ട്. ചതച്ച നിലക്കടല എണ്ണയുടെ പാട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേര് കൂട്ടുകാർക്കറിയാമോ? നെയ്യ്, എണ്ണ, മാംസം, മുട്ട, തേങ്ങ, എള്ള്, കടുക്, നിലക്കടല, പാൽ, വെണ്ണ ഇവയിലെല്ലാം എന്തടങ്ങിയിട്ടുണ്ട്? കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് കൊഴുപ്പ് ലഭിക്കുന്നുമുണ്ട്. ഇവിടെ നോക്കിയേ, വെളിച്ചെണ്ണ, നെയ്യ്, മീനെണ്ണ, വെണ്ണ, സൂര്യകാന്തി എണ്ണ ഇവയിലും കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. സസ്യജന്യ കൊഴുപ്പുകളാണ് വെളിച്ചെണ്ണയും സൂര്യകാന്തി എണ്ണയും. സസ്യജന്യ കൊഴുപ്പുകളാണ് മത്സ്യ എണ്ണയും നെയ്യ്, വെണ്ണ തുടങ്ങിയവ കേട്ടോ. അതുപോലെ തന്നെ പച്ചക്കറി, അരി, ഗോതമ്പ് ഇവയിലൊക്കെ ചെറിയ അളവിൽ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. അടുത്ത് നോക്കിയേ, കൊളസ്ട്രോൾ. കൊഴുപ്പടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ പറയാറുണ്ടല്ലേ. കൊളസ്ട്രോൾ ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അപ്പോൾ കൊഴുപ്പിൻ്റെ ഒരു രൂപമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. മിതമായ അളവിൽ കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് രക്തക്കുഴലുകളുടെ ഉൾഭിത്തിയിൽ അടിഞ്ഞുകൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. ഇത് ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകും കേട്ടോ. അപ്പോൾ കൊഴുപ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ മിതമായ രീതിയിൽ മാത്രം കഴിക്കുക. അടുത്തു നോക്കി, വിറ്റാമിനുകൾ. വിറ്റാമിനുകൾ എന്ന് കൂട്ടുകാർ കേട്ടിട്ടില്ലേ? ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇതിൻ്റെ പ്രാധാന്യപ്പറ്റി നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നോക്കി, അടുത്തൊരു അങ്കിള് ഒരു കുഞ്ഞുമായിട്ട് ഡോക്ടറെ കാണാൻ എത്തിയിട്ടുണ്ട്. ഡോക്ടർ, എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നുണ്ട്. അതെന്താണ് കാരണം? ചില കൂട്ടുകാർക്കൊക്കെ ഇത്തരത്തിലുള്ള ഒരു
രോഗം ഉണ്ടാകാറുണ്ടല്ലേ. എന്താണ് അതിൻ്റെ കാരണം? മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ സംശയം നോക്കിയേ. അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും സിയും ഒക്കെ ഉണ്ടോ എന്ന് കുട്ടി ചോദിക്കുന്നുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെ വിറ്റാമിനുകളാണ് ഉള്ളതെന്ന്. വിറ്റാമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ വേണ്ടി വരുന്നത്. വിറ്റാമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് ഇവയുടെ ആരോഗ്യത്തിന് ഉപയോഗപ്രദമാകുന്നു. വിറ്റാമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ ഇവയുടെ ആരോഗ്യത്തിന് രോഗപ്രതിരോധ ശേഷിക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും പ്രാധാന്യം കൊടുക്കുന്നു. വിറ്റാമിൻ ഇ ആകട്ടെ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. വിറ്റാമിൻ കെ മുറിവ് ഉണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നു. ഇവിടെ നോക്കിയ വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്ന് ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണ് കണ. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടല്ലേ. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സുകൾ. തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് കേട്ടോ. ആരോഗ്യം നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കോശത്തിൻ്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ചശക്തി, നാഡീപ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം ബി കോംപ്ലക്സ് വളരെ അത്യാവശ്യമാണ്. വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വിറ്റാമിൻ എ മത്സ്യം, ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില ഇവയെല്ലാം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. ഇനി വിറ്റാമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണ്? മട്ടയരി, ചീര, ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, മുരിങ്ങയില, പപ്പായ. വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് മത്സ്യം, മുട്ട, കൂൺ, കരൾ, പാലുൽപ്പന്നങ്ങൾ. വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നിലക്കടല, ബദാം, സസ്യ എണ്ണകൾ, ബ്രോക്കോളി, അവോക്കാഡോ. വിറ്റാമിൻ കെ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ് കാബേജ്, കോളിഫ്ലവർ, ചീര, കിവി, ബ്ലൂബെറി തുടങ്ങിയവ കേട്ടോ. നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിലെ ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉൾപ്പെടുത്താറുണ്ടോ? മറ്റൊരു പോഷക ഘടകമാണ് ധാതുക്കൾ. ഭക്ഷണത്തിൽ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് നോക്കിയേ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടത്. സ്കൂളിലെ അനൗൺസ്മെൻറ്റ് കൂട്ടുകാർ കേട്ടില്ലേ? എന്തിനാണ് അയൺ ഗുളികകൾ കൂട്ടുകാർക്ക് കൊടുക്കുന്നത്? അയൺ ഒരു പ്രധാനപ്പെട്ട ധാതുവാണ്. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഏതൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത്? അത് ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നോക്കാം. അയൺ അഥവാ ഇരുമ്പ്, ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ ഇവ ഭക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് അയൺ എത്തുന്നു. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അയണാണ്. അടുത്ത കാൽസ്യം. മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം ഇവ ഭക്ഷിക്കുന്നതിലൂടെ കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അടുത്ത അയഡിൻ. കടൽ വിഭാഗങ്ങളിൽ നിന്നാണ് അഥവാ മത്സ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് അയഡിൻ പ്രധാനമായിട്ട് ലഭിക്കുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായമാകുന്നത് ഈ അയഡിൻ ധാതുവാണ്. നമ്മൾ ഹീമോഗ്ലോബിനെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ. എന്താണ് ഹീമോഗ്ലോബിൻ? ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തു. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നുണ്ട്. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ്
ഹീമോഗ്ലോബിൻ. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതിനും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഹീമോഗ്ലോബിൻ സഹായിക്കുന്നുണ്ട്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണ് അനീമിയ എന്ന് പറയുന്ന രോഗം. ഇത്രയും കാര്യങ്ങൾ ഓൺവേഡായിട്ട് കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ. എന്തൊക്കെയാണ് അപര്യാപ്തത രോഗങ്ങൾ? വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങളെയാണ് അപര്യാപ്തത രോഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. വിറ്റാമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ് നോക്കിയേ. വിറ്റാമിൻ എ മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വിറ്റാമിൻ ബി കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗ്ലോസിറ്റിസ്. നാവ് വീക്കം, നാവിലെ തൊലി ഇളകുന്ന അവസ്ഥ, വായ്പുണ്ണ് ഇവയെല്ലാം വിറ്റാമിൻ ബി കുറയുന്നതിൻ്റെ രോഗമാണ്. വിറ്റാമിൻ സി കുറഞ്ഞാലുണ്ടാകുന്ന രോഗമാണ് മോണയിൽ നിന്നുള്ള രക്തസ്രാവം. സ്കർവി എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. വിറ്റാമിൻ ഡി കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ. അപ്പോൾ ഇത്രയും രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ്റെ കുറവ് മൂലം ഉണ്ടാകാറുണ്ട്. എന്താണ് നിശാന്തത? ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനെ നിശാന്തത എന്ന് പറയുന്നു. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിലും നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കുകയില്ല. അടുത്ത് നോക്കി, ധാതുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? അയൺ കുറഞ്ഞാൽ അനീമിയ അഥവാ വിളർച്ച രോഗമുണ്ടാകുന്നു. അയഡിൻ കുറഞ്ഞാൽ ഗോയിറ്റർ ഉണ്ടാകുന്നു. കാൽസ്യം കുറയുമ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന രോഗം. അല്ലെങ്കിൽ അവയെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇവ കാരണമാകുന്നു. അടുത്ത് ഗോയിറ്റർ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിൽ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ, തൊണ്ടമുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അപ്പോൾ അയഡിൻ കുറഞ്ഞാൽ ഗോയിറ്റർ എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. ഇനി നോക്കിയേ പോഷകേതര ഘടകങ്ങൾ. പോഷകങ്ങളല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അവ ഏതൊക്കെയാണ്? വാഴപ്പിണ്ടി. കണ്ടോ കൂട്ടുകാരെ, വാഴപ്പിണ്ടി മുറിച്ച് നോക്കി അവയിലെ നാരുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഈ നാരുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറി, പച്ചക്കറി, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് ഇവയിലെല്ലാം ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയ ചിത്രം മാമ്പഴം, മാമ്പഴ ജ്യൂസ്. മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും കൂട്ടുകാർ കണ്ടില്ലേ? ഏതിലായിരിക്കും കൂടുതൽ നാരുകൾ ഉണ്ടായിരിക്കുന്നത്? അരിഞ്ഞെടുത്ത മാമ്പഴത്തിലാണ് എന്തുള്ളത്? കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനി മുതൽ മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയവ ജ്യൂസ് ആക്കാതെ അല്ലാതെ കഴിക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറഞ്ഞു മറ്റൊരു പോഷകേതര ഘടകമാണ് ജലം. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% ജലമാണ്. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമായിട്ട് വരുന്നുണ്ട്. മൂത്രം, വിയർപ്പ് ഇവയിലൂടെ മാത്രമാണ് ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നത്. അതിനാൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിട്ടുണ്ട്. സമീകൃത ആഹാരം. നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിതമായ അളവിൽ മാത്രമേ ആഹാരത്തിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ ഇവ അടങ്ങേണ്ടതായിട്ടുള്ളൂ. അത്തരത്തിലുള്ള ഒരു ഭക്ഷണക്രമമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് കേട്ടോ. നമ്മുടെ പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയാണ്? ഉച്ചഭക്ഷണത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്തൊക്കെയാണ്? രാത്രി ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് കൂട്ടുകാരൊന്ന് പട്ടികപ്പെടുത്തി നോക്കിയേ. കൂട്ടുകാരെ, ഒരു ഫുഡ് പ്ലേറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഫുഡ് പ്ലേറ്റ് നോക്കാം. പഴങ്ങൾ 100 ഗ്രാം, പച്ചക്കറികൾ 400 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസ്യം ഇവ
85 ഗ്രാം, പാല് തൈര് 300 ml, അണ്ടിപ്പരിപ്പുകൾ വിത്തുകൾ 30 ഗ്രാം, കൊഴുപ്പുകൾ 27 ഗ്രാം, ധാന്യങ്ങൾ 260 ഗ്രാം. ഈ ഒരു അളവിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് പോഷക ഘടകങ്ങൾ എത്തേണ്ടത് കേട്ടോ. കൂട്ടുകാരുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു ചാർട്ട് കൂട്ടുകാർ ചെയ്തു നോക്കിയേ. കാർബോഹൈഡ്രേറ്റിൽ ഉൾപ്പെടുന്നതാണ് അരി, മരച്ചീനി, ഉരുളക്കിഴങ്ങൊക്കെ. കൊഴുപ്പിൽ നെയ്യ്, മത്സ്യം, വെളിച്ചെണ്ണ ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. വിറ്റാമിനുകളിൽ നെല്ലിക്ക, പപ്പായ, പച്ചക്കറി, നട്ട്സ് ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. ധാതുക്കൾ ഇലക്കറികൾ, സമുദ്ര വിഭവങ്ങൾ, മാംസ്യം ഇവയൊക്കെ ഉൾപ്പെടുന്നു. പ്രോട്ടീനിൽ ചെറുപയർ, മുട്ട, മാംസം ഒക്കെ ഉൾപ്പെടുന്നു കേട്ടോ. ഉച്ചഭക്ഷണവും കലോറിയും. നമ്മുടെ സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ 5 ദിവസത്തെ കാര്യങ്ങൾ, വിഭവങ്ങളും പോഷകഘടകങ്ങളും ഏതൊക്കെയാണെന്ന് കൂട്ടുകാരൊന്ന് എഴുതി നോക്കിയേ. എന്താ കലോറി? ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി എന്ന് പറയുന്നത്. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമായി വരുന്നുണ്ട് കേട്ടോ. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. അപ്പോൾ എന്താണ് കലോറി എന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക. ഭക്ഷണത്തിലെ ഊർജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റാണ് കലോറി. പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴിക്കാൻ പാടില്ല. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് കേട്ടോ. ആരോഗ്യത്തോടെ വളരാൻ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് കേട്ടോ. അത് നമ്മുടെ അവകാശവും കൂടെയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ പാഠഭാഗം പഠിച്ചു. നമ്മൾ എന്തൊക്കെ പഠിച്ചു? പോഷക ഘടകങ്ങളും പോഷകേതര ഘടകങ്ങളും പഠിച്ചു. ഇനി നമുക്ക് വിലയിരുത്താം. ചോദ്യപ്രവർത്തനങ്ങൾ കൂടെ നോക്കാം. ഒന്നാമത്തെ നോക്കിയ പോഷക ഘടകങ്ങളും അവ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ആഹാര വസ്തുക്കളും തന്നിരിക്കുന്നു. ഇവ ശരിയായ രീതിയിൽ വരച്ച് യോജിപ്പിക്കുക. കാർബോഹൈഡ്രേറ്റ് ധാന്യങ്ങൾ, ധാതുക്കൾ ഇലക്കറികൾ, കൊഴുപ്പ് എണ്ണകൾ, പ്രോട്ടീനുകൾ പയറുവർഗ്ഗം, മുട്ട. അടുത്ത രണ്ടാമത്തെ ചോദ്യം, അയഡിൻ അടങ്ങിയ ആഹാരം കഴിക്കാത്ത ഒരു വ്യക്തിക്ക് വരാവുന്ന ആരോഗ്യ പ്രശ്നം ഏതാണ്? ഗോയിറ്ററാണ് കേട്ടോ. മൂന്നാമത്തെ ചോദ്യം, നാരുകളെ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല, പിന്നെ എന്തിനാണ് നാരുള്ള ആഹാരം കഴിക്കണമെന്ന് പറയുന്നത്? ദഹനം, വൻകുടലിലൂടെ വിസർജ്യം, വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കാൻ. 4. പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് പോഷക ഘടകമാണ് വേണ്ടത്? ഈ പോഷക ഘടകം നമുക്ക് ഏതൊക്കെ ആഹാര വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു? വിറ്റാമിൻ സി ആണ് വേണ്ടത്. നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ തുടങ്ങിയവയിലൂടെ നമുക്കിത് ലഭിക്കുന്നു. ടീച്ചർ ഇന്ന് അയൺ ഗുളിക തന്നു, പക്ഷെ ഞാനത് കഴിച്ചില്ല. അരുണ പറയുന്നതിനോട് കൂട്ടുകാർ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉത്തരം നോക്കി. ഇല്ല. രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അയൺ ആവശ്യമാണ്. അനീമിയ വിളർച്ച കാരണമാകുന്ന അയണിൻ്റെ കുറവ് തടയുന്നതിന് സ്കൂളുകളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിക്കാതിരിക്കുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു. 6. ചോദ്യം, വിറ്റാമിനുകളും ധാതുക്കളും നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിലല്ലേ ആവശ്യമുള്ളൂ. അതിനാൽ അവ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തിയാൽ മതിയല്ലോ. ഒരു കുട്ടിയുടെ അഭിപ്രായമാണ്. ഇതിനോട് കൂട്ടുകാർ യോജിക്കുന്നുണ്ടോ? ഇല്ല. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു. ഇനി അടുത്ത തുടർ പ്രവർത്തനങ്ങൾ കൂട്ടുകാർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഒന്നാമത്തെ അധ്യായം പഠിച്ചു, ആഹാരത്തിലൂടെ ആരോഗ്യം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററായിരുന്നു. നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. പോഷക ഘടകങ്ങൾ നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതേ തുടർന്ന് ഉണ്ടാകുന്ന രോഗങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ ഏതൊക്കെയാണ് പോഷക ഘടകങ്ങൾ? വിറ്റാമിനുകൾ, ധാതുക്കൾ, കൊഴുപ്പുകൾ, പിന്നെയോ കാർബോഹൈഡ്രേറ്റുകൾ തുടങ്ങിയവയെല്ലാം പോഷക ഘടകങ്ങളാണ്. അപ്പോൾ കൂട്ടുകാർ പാഠഭാഗം നന്നായി പഠിക്കുക, ചോദ്യോത്തരങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക, പാഠഭാഗം 2-3 തവണ വായിക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്